റബേക്കയുടെ കഥ ദേവനു മുന്നിൽ കൂടുതൽ വ്യക്തതയോടെ തെളിഞ്ഞു വരികയാണ്. തെളിയുന്തോറും കുറെ ചോദ്യങ്ങളും സംശയങ്ങളും ദേവന്റെ ചുണ്ടിൽ വിരിയുകയാണ്. ഫാദർ, ഈ ഡാനി ജീവിച്ചിരിപ്പുണ്ടോ? അറിയില്ല. അയാൾ മരിച്ചിരിക്കാനാണ് സാധ്യത. ആ കൂട്ടക്കുരുതിയുടെ അന്ന് പുറത്തെ ജനലിലൂടെ എല്ലാറ്റിനും സാക്ഷിയായ ഡാനി ബംഗ്ലാവിന്റെ കതകിൽ ഏറെ നേരം കൈത്തട്ടി വിളിച്ചു. തലകൊണ്ടിടിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. വാതിൽ അടഞ്ഞു തന്നെ കിടന്നു. അവർ ഫെർണാണ്ടസിന്റെയും എലിസബത്തിന്റെയും ജഡങ്ങളുമായി പുറത്തിറങ്ങി. 2 ജഡങ്ങൾ കത്തിച്ച് ചാരമാക്കാനുള്ള മണ്ണെണ്ണ ബംഗ്ലാവിലുണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം റബേക്കയുടെയും അവളുടെ മുത്തച്ഛൻ ആന്ത്രയോസിന്റെയും ജഡങ്ങൾ കത്തിച്ച് നശിപ്പിക്കാനാണ് അവർ കരുതിയത്. അവർ പോയപ്പോൾ കിഴക്കുവശത്തെ വാതിൽ പൊളിച്ചുകൊണ്ട് ഡാനി അകത്തു കയറി. ഡാനി ആ 2 ജഡങ്ങൾ ബംഗ്ലാവിൽ നിന്നും കുറച്ചു മാറിയുള്ള തന്റെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഡാനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വല്ലാതെ ഭയന്നുപോയി. ഡാനി റബേക്കയുടെ ജഡത്തിനരികിലിരുന്നു. ആ ജഡങ്ങൾ പുഴയിൽ ഉപേക്ഷിക്കാൻ ഡാനിയുടെ അമ്മ പറഞ്ഞത്രേ. എന്നാൽ റബേക്കയുടെ ഇനിയും അടയാത്ത ആ കണ്ണുകളിലേക്ക് നോക്കി ഡാനി പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ആ വീട്ടിൽ തന്നെ കുഴിയെടുത്ത് അവരെ അടക്കം ചെയ്തു. റബേക്കയെ അടക്കം ചെയ്തിടത്ത് ഒരു വലിയ കല്ല് വെച്ച് അവിടെ ചോക്കുകൊണ്ട് എന്റെ റബേക്ക എന്നവൻ എഴുതി. ഇതെല്ലാം വ്യക്തമായി എങ്ങനെ അറിയാൻ കഴിഞ്ഞു ഫാദർ? ഡാനി ആരോടെങ്കിലും പറഞ്ഞോ? അയാൾ ഊമയായിരുന്നല്ലോ. ഡാനി ഊമ തന്നെയായിരുന്നു. എന്നാൽ അക്ഷരാഭ്യാസമുള്ളവനായിരുന്നു. തനിക്ക് നേരിൽ കാണേണ്ടി വന്ന ക്രൂരകൃത്യങ്ങളെല്ലാം അവനൊരു കടലാസിലെഴുതി. അവൻ പോലീസ് സ്റ്റേഷനിൽ അന്ന് രാത്രി പരാതിയുമായി കയറി ചെന്നു. ഇതേ സമയം 2 ജഡങ്ങൾ കാണാതെ തിരയുകയായിരുന്നു വിൻസെന്റ് ലൂയിസും കൂട്ടരും. വിൻസെന്റിന്റെ കയ്യിൽ നിന്നും മുൻപേ പണം കൈപ്പറ്റിയ സ്ഥലം SI അടിയന്തരാവസ്ഥയുടെ ലംഘനമെന്ന പേരിൽ ഡാനിയെ ആരും അറിയാതെ കൊന്നുകളയാനാണ് തീരുമാനിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകും മുൻപ് തനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തന്നിരുന്ന ഒരു എഴുത്തുകാരനോട് കൂടി ഡാനി താൻ കണ്ട കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അയാളാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് സാമുവൽ. പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊടിയ മർദ്ദനം ഡാനി ഏറ്റുവാങ്ങി. കൈകാലുകൾ പോലീസുകാർ അടിച്ചു ചതച്ചു. നെഞ്ചിൽ ബൂട്ടുകൊണ്ട് ആഞ്ഞു ചവിട്ടി. മരിച്ചെന്നു കരുതി പോലീസുകാർ ഡാനിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. പുഴക്കരയിലെ പാറക്കെട്ടിൽ അവൻ തട്ടിത്തടഞ്ഞു കിടന്നു. പുഴക്കരയിൽ വെച്ച് ഡാനിയുടെ അമ്മയും സാമുവലും അവനെ പിറ്റേന്ന് കാണുകയുണ്ടായി. എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഡാനിക്ക്. ബോധവും പാതി മറഞ്ഞിരുന്നു. പിന്നീട് ബോധം വന്നപ്പോഴെല്ലാം പോലീസിന്റെ കൊടിയ മർദ്ദനത്തെപ്പറ്റി അവൻ സാമുവലിനോട് പറഞ്ഞു. സാമുവൽ അതെല്ലാം ഒരു കടലാസിൽ കുറിച്ചുവെച്ചു. സാമുവൽ ഒരു വണ്ടി ഏർപ്പാടാക്കി ഡാനിയെയും അവന്റെ അമ്മയെയും അയാളുടെ വീട്ടിലേക്ക് യാത്രയാക്കി. കൊച്ചിയിലുള്ള അയാളുടെ വീട്ടിലേക്ക് വണ്ടിയിൽ യാത്രയാക്കുമ്പോൾ സാമുവൽ ഒരു കുറിപ്പും അവർക്ക് നൽകിയിരുന്നു. അധികം വൈകാതെ ഡാനിയുടെ വീട്ടിൽ വിൻസെന്റ് ലൂയിസിന്റെ പോലീസ് എത്തി. തങ്ങളുടെ ജോലി ഡാനി കുറച്ചെന്നും പറഞ്ഞ് വിൻസെന്റ് ലൂയിസ് ചിരിക്കുവാണ് ചെയ്തതത്രേ. ഇതെല്ലാം കേട്ട് സാമുവൽ ഡാനിയുടെ വീടിനരികിൽ തന്നെയുണ്ടായിരുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട സാമുവലിനെ പിടിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് പോലീസ് നടത്തിയത്. സാമുവലിന് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത് ഒരു പുസ്തക രൂപത്തിലാക്കി അയാൾ രഹസ്യമായി വിതരണം ചെയ്തു. ആ പുസ്തകമാണിത്. എങ്ങനെയാണ് സാമുവൽ പിടിക്കപ്പെടുന്നത്? പറയാം. അത് മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫാദർ അലോഷി മറ്റൊരു പുസ്തകമെടുത്തു. ഇത് അടിയന്തരാവസ്ഥ കഴിഞ്ഞിറങ്ങിയ പുസ്തകമാണ്. ഇത് രചിച്ചിരിക്കുന്നത് സാമുവലിന്റെ കൂട്ടുകാരനായ ജോണാണ്. അയാൾ അത്ര വലിയ എഴുത്തുകാരനായിരുന്നില്ല അന്ന്. എങ്കിലും തന്റെ സുഹൃത്തായ സാമുവൽ പോലീസ് ക്യാമ്പിൽ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ജോൺ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. സാമുവലിനെ പോലീസ് പിടികൂടുന്നത് ഒരു ചായക്കടയിൽ നിന്നാണ്. അന്നേരം അയാളുടെ തൂക്കുസഞ്ചിയിൽ നിന്നും പോലീസ് വിവാദമായ പുസ്തകത്തിന്റെ ഏതാനും കോപ്പികളും കണ്ടെത്തിയിരുന്നു. പിന്നെ ആരും സാമുവലിനെ കണ്ടിട്ടില്ല. 4 ദിവസം കഴിഞ്ഞ് ദേഹമാസകലം മുറിവുകളുമായി ഒരു ജഡം
കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. എന്നാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭയാനകമായിരുന്നു സാമുവലിന്റെ ജഡത്തിനുമേലുണ്ടായിരുന്ന മുറിവുകൾ. റബേക്കയുടെ കഥയുടെ കൂടെ ഡാനിയുടെയും അവരുടെ കഥകൾ രേഖപ്പെടുത്തിയ സാമുവലിന്റെ കഥയും അറിയാൻ കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവങ്ങളിൽ നമുക്കൊന്നും ഇനി ചെയ്യാനുമില്ല. നമ്മുടെ പ്രശ്നത്തിന് ഇനി എന്താണ് പരിഹാരം? റബേക്കയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവളുടെ ആത്മാവിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഫാദർ റബേക്കയുടെ ഡയറി എടുത്ത് തന്റെ മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് നടന്നു. ദേവനോട് പുറത്ത് കാത്തിരിക്കാൻ ഫാദർ അലോഷി ആംഗ്യം കാണിച്ചു. ഫാദർ അലോഷി ഡയറിയുമായി മങ്ങിയ വെളിച്ചമുള്ള ആ മുറിയിൽ പ്രവേശിച്ചു. ആ മുറിയുടെ ജാലകവാതിലുകൾ അലോഷി തുറന്നിട്ടു. എന്നിട്ടും മുറിയിൽ ഇരുട്ട് തന്നെ. ഫാദർ അലോഷി ആ മുറിയുടെ മധ്യത്തിൽ ഒരു ചില്ലുവിളക്ക് കത്തിച്ചു വെച്ചു. അതിനടുത്ത് ഒരു മെഴുകുതിരിയും. ഡയറി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ച അലോഷി മനസ്സിലെന്തോ ഉരുവിട്ടുകൊണ്ട് അത് നിലത്തുവെച്ചു. നിശബ്ദതയിൽ പള്ളിക്ക് പുറത്ത് ഒരു പ്രാവിന്റെ ചിറകടി കേട്ടു. ആ പ്രദേശത്ത് കാറ്റ് വീശാൻ തുടങ്ങി. സെമിത്തേരിയിലെ കല്ലറകൾക്ക് മുകളിൽ കരിയിലകൾ പൊഴിഞ്ഞു വീണു. അലോഷി കണ്ണുകൾ അടച്ചു. റബേക്ക, പ്ലീസ് കം ഹിയർ. പ്ലീസ് കം ഗുഡ് സ്പിരിറ്റ്. പ്ലീസ് കം. എന്നാൽ റബേക്കയുടെ ആത്മാവുമായി സംസാരിക്കാനുള്ള ഫാദർ അലോഷിയുടെ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒടുവിൽ അലോഷി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ വിയർപ്പ് കണങ്ങളുണ്ടായിരുന്നു. എന്തായി ഫാദർ? ഷീ ഈസ് നോട്ട് വില്ലിംഗ് ടു ടോക്ക് ടു മീ. അവൾ നമ്മളോട് സഹകരിക്കുന്നില്ല. 17കാരിയുടെ എല്ലാ സ്വഭാവവും അവൾക്കുണ്ട്, പ്രത്യേകിച്ച് വാശി. ഇനി എന്തു ചെയ്യും? പോകേണ്ടി വരും. എങ്ങോട്ട്? അവിടേക്ക് തന്നെ. അവളെ നീ അറിഞ്ഞ ആ ബംഗ്ലാവിലേക്ക്. ദേവനൊന്ന് ഞെട്ടി. അവിടെ ആ ബംഗ്ലാവിലേക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല. പോകാൻ കഴിയുന്നിടത്തോളം പോകാമല്ലോ. കൂടെ വരാൻ കഴിയുമോ? വരാം. സാമുവലിന്റെ കൂട്ടുകാരൻ ജോൺ എഴുതിയ ഈ പുസ്തകത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഞാൻ അവിടെ ചെന്ന ശേഷം പറയാം. ഫാദർ അലോഷി പള്ളിയിലെ ലാൻഡ് ഫോണിൽ നിന്നും ആരെയോ വിളിച്ച് സംസാരിച്ചു. ഫാദർ ഡൊമിനിക് അത് കണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഫാദർ ഡൊമിനിക്, ഞങ്ങളൊരു സ്ഥലം വരെ പോയേച്ചും വരാം. എങ്ങോട്ട്? ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. തിരുസഭയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണം. തിരുസഭയുടെ സമ്മതമെല്ലാം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. എന്നിൽ സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് വിളിച്ചു ചോദിക്കാം. ഫാദർ ഡൊമിനിക് കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് അവിടെ നിന്നും പോയി. ബംഗ്ലാവിൽ പോകാൻ ഞാനൊരു കാർ അറേഞ്ച് ചെയ്യാം. വേണ്ട, നമുക്ക് പോകാനുള്ള കാർ ഉടനെ ഇവിടെ എത്തും. അടുത്ത നിമിഷം പള്ളിമുറ്റത്തേക്ക് ഒരു വെളുത്ത സ്വിഫ്റ്റ് കാർ വന്നു നിന്നു. വരൂ. ഫാദറിനൊപ്പം ദേവൻ കാറിൽ കയറി. ഫാദർ അലോഷി തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വെള്ളിക്കുരിശിൽ തലോടി. നീളൻ ലോഹയുടെ കീശയിൽ നിന്നും ഒരു നീണ്ട ചങ്ങലയുള്ള വടക്കുനോക്കി യന്ത്രമെടുത്തു. അതിന്റെ മങ്ങിയ ചില്ല് ഒന്ന് തുടച്ചു. കാർ ബംഗ്ലാവിലേക്ക് യാത്ര തുടരുകയാണ്. ഡ്രൈവറുടെ പേര് സ്റ്റീഫൻ എന്നാണ്. വണ്ടിയിൽ ടോർച്ചില്ലേ കുഞ്ഞേ? ഉണ്ടച്ചോ. വണ്ടിയിൽ ആവശ്യത്തിന് പെട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഫുൾ ടാങ്ക് ആണച്ചോ. വെള്ളിക്കുരിശ് തന്നുവിട്ടിട്ടുണ്ടോ? ഒരെണ്ണം തന്നുവിട്ടിട്ടുണ്ട്. നന്നായി. നിങ്ങൾക്ക് ചിലപ്പോ ആവശ്യം വന്നേക്കും. ദേവൻ അല്പം ഭയത്തോടെ ഫാദർ അലോഷിയെ നോക്കി. ദേവൻ ഭയപ്പെടേണ്ട. റബേക്ക ഒരിക്കലും ദേവനെ ഉപദ്രവിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അവളെ തേടിയുള്ള നമ്മുടെ ഈ യാത്ര അവൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൾ നിത്യമായ നിദ്ര ഇഷ്ടപ്പെടുന്നില്ല. ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് ഉചിതമല്ല. കർത്താവിന്റെ നാമത്തിൽ ആത്മാക്കൾ നിത്യനിദ്ര പ്രാപിക്കണം. അതാണ് ശരിയും. ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ കഴിയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അവർ കഴിയേണ്ടത് മനുഷ്യന്റെ സ്മരണകളിലും അവർക്കായുള്ള പ്രത്യേക ദിനങ്ങളിലുമാണ്. കാർ കടന്നു പോകുന്ന വഴിയിലെ ശവപ്പറമ്പിൽ നിന്നും നായ്ക്കൾ കൂട്ടത്തോടെ ഓരിയിടാൻ തുടങ്ങി. അവയുടെ തുളഞ്ഞു കയറുന്ന ശബ്ദം അസഹനീയമായിരിക്കുന്നു. നായ്ക്കൾ പലപ്പോഴും
മുന്നിലേക്ക് ചാടിക്കൊണ്ട് കാറിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫാദർ അലോഷിയെ കണ്ട് അവ പിറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ബംഗ്ലാവിനടുത്തെത്തിച്ചേർന്നു. സമയം വൈകിയിരിക്കുന്നു. ബംഗ്ലാവിന്റെ ഗേറ്റ് ചാരിയ നിലയിലാണ്. ഫാദർ അലോഷി പുറത്തിറങ്ങി. ദേവന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഇത്തരം കാഴ്ചകളിൽ പരിചയസമ്പന്നനായ ഡ്രൈവർ സ്റ്റീഫൻ വിറച്ചില്ല. അയാൾ തന്റെ കയ്യിലെ ടോർച്ച് ഫാദറിന്റെ മുൻപിലേക്ക് തെളിയിച്ചുകൊണ്ട് പുറത്തിറങ്ങി. കൂടെ ദേവനുമിറങ്ങി. അലോഷി ദേവനെ നോക്കി. ദേവാ, കുഞ്ഞിന്റെ ഇഷ്ടദേവന്റെ നാമം മനസ്സിൽ സ്മരിച്ചുകൊള്ളുക. എല്ലാം ശുഭകരമാകും. ദൈവമെന്ന സങ്കല്പം ഒരു ശരീരത്തിൽ തന്നെ ഓരോ ദിവസവും അണിയുന്ന വസ്ത്രങ്ങൾ പോലെ ഓരോരുത്തരിലും വ്യത്യസ്തമാണെങ്കിലും അത് വസ്ത്രത്തിനുള്ളിലെ ഏക ശരീരം പോലെ സത്യവുമാണ്. എല്ലാ പുഴകളും കടലിലേക്ക് തന്നെയാണല്ലോ ഒഴുകുന്നത്. ദേവൻ മനസ്സിൽ മഹാദേവ നാമങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഫാദർ അലോഷി തന്റെ കയ്യിലെ കോമ്പസുമായി സ്റ്റീഫൻ തെളിയിച്ച വെളിച്ചത്തിലൂടെ യാത്ര തുടർന്നു. ഇടതും വലതുമായി സ്റ്റീഫനും ദേവനും. ദേവൻ ബംഗ്ലാവിന്റെ വഴിയുടെ ഇരുവശത്തേക്കും മാറി മാറി നോക്കി. റബ്ബർ മരങ്ങൾക്കിടയിൽ തങ്ങളെ തുറച്ചു നോക്കുന്ന തീക്കണ്ണുകൾ വ്യക്തമായി ദേവന് കാണാം. രാത്രിയിൽ നായ്ക്കളുടെ കണ്ണുകൾ തിളങ്ങാറുണ്ട് ഇതുപോലെ. അവളുടെ കുസൃതി ശ്രദ്ധിക്കാതെ രണ്ടുപേരും മുന്നോട്ട് മാത്രം നോക്കുക. പിറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഭീകരമായ ദൃശ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വീർപ്പുമുട്ടിക്കും. അവർ ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. അവിടെ വാവലുകളുടെ കരച്ചിലും മൂങ്ങയുടെ മൂളലും ചിറകടിയും കേൾക്കാം. എന്നാൽ അടുത്ത നിമിഷം നായ്ക്കളുടെ മുരളലും കിതപ്പും ഉയർന്നു. ദേവൻ വല്ലാതെ ഭയന്നുപോയി. ഫാദർ, ഭയപ്പെടേണ്ട. തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഭയത്താൽ മരവിച്ചു പോകും. അസഹനീയമായ ദുർഗന്ധം ദേവൻ അനുഭവപ്പെട്ടു. പുറകിൽ ആരുടെയോ കാൽപെരുമാറ്റവും. റബേക്ക, ഞങ്ങൾ നിന്നെ ബന്ധിക്കാൻ വന്നവരല്ല. ഞങ്ങളെ നീ പിന്തുടരുന്നത് വ്യർത്ഥമാണ്. ഭയപ്പെടുന്നത് ഞാനല്ല റബേക്ക, നീയാണ്. നീ വ്യാകുലപ്പെടേണ്ടതില്ല. ഫാദർ അലോഷി വന്നിരിക്കുന്നത് നിനക്ക് പറയാനുള്ളത് കേൾക്കാനാണ്. ദേവനും സ്റ്റീഫനും ഫാദർ അലോഷിയെ പിന്തുടർന്നു. ആ ബംഗ്ലാവും തൊട്ടരികിലെ വീടും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയ അലോഷി അടുത്ത നിമിഷം നിന്നു. തന്റെ കോമ്പസിലെ ദിശ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇടതുവശത്തേക്ക് നീങ്ങി നടന്നു. കുറച്ചേറെ നടന്ന് പറങ്കിമാവിൻ കാട്ടിലൂടെയായി യാത്ര. പിറകിൽ അവർ രണ്ടുപേരും, ദേവനും സ്റ്റീഫനും. അച്ചോ, ഇവിടെ ആരുമില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? റബേക്ക ഇതുവരെ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ റബേക്കയെക്കുറിച്ച് ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? ആരെങ്കിലും ഇവിടെ താമസിക്കുന്നതായി ദേവൻ അറിയാമോ? ഇവിടെയില്ല. പക്ഷേ കുറച്ചുകൂടി പോയാൽ ഒരു വീടുണ്ട്. അവിടെ രണ്ടുപേരുണ്ട്, റാഫേലും മേരിയും. അവർക്ക് റബേക്കയെക്കുറിച്ച് ചിലതെല്ലാം അറിയാം. എങ്കിൽ വരൂ, ചോദിക്കാം. ഈ സമയത്തോ അവര് വല്ലാതെ ഭയപ്പെടും, അതുറപ്പാണ്. വരൂ, നമുക്ക് നോക്കാം. അവർ വൈകാതെ കുറ്റിക്കാടിനുള്ളിലെ ആ കൊച്ചു വീടിന്റെ മുൻപിലെത്തി. അവരുറങ്ങിക്കാണും. ഫാദർ അലോഷി സ്റ്റീഫനിൽ നിന്നും ടോർച്ച് വാങ്ങി ആ വീടിന്റെ വാതിലിന്മേൽ അടിച്ചു നോക്കി. ഉള്ളിൽ ആളുണ്ടെങ്കിൽ എങ്ങനെയാണ് പുറമേ നിന്നും പൂട്ടുന്നത്? ഫാദർ അലോഷി കതകിൽ മുട്ടിനോക്കി. പ്രതികരണമില്ല. അവരിവിടെ ഇല്ലെന്ന് തോന്നുന്നു. വരൂ. ഫാദർ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പുറമേ നിന്ന് ദേവനെയും സ്റ്റീഫനെയും അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു. ആ ക്ലാവ് പിടിച്ച ഒറ്റമുറി വീടിന്റെ അകത്തളത്തിൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ടത് രണ്ട് കറുത്ത കല്ലറകൾ. ഒന്നിൽ റബേക്ക എലിസബത്ത് ഫെർണാണ്ടസ് എന്നും മറ്റേതിൽ ആൻഡ്രയോസ് യോഹന്നാൻ എന്നും ആലേഖനം ചെയ്തിരിക്കുന്നു. ഭയന്നു വിറച്ചുപോയ ദേവന്റെ രക്തത്തെ മരവിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. റബേക്കയുടെ കല്ലറയുടെ മുകളിൽ കണ്ട തന്റെ വാച്ചും കുറച്ചുണങ്ങിക്കരിഞ്ഞ പനിനീർ പൂക്കളും.